നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂരിൽ വീണ്ടും കർഷക ആത്മഹത്യ. ജീവനൊടുക്കിയത് രാജമുടി സ്വദേശി ആൽബർട്ട് മുണ്ടക്കൽ. മരണം കേരള ബാങ്കിന്റെ ജപ്തി നടപടിയിൽ മനം നൊന്ത്. INTUC ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് മഹാറാലി സംഘടിപ്പിച്ച നേതൃത്വം. വിവിധ യൂണിയനുകളിലെ പ്രവർത്തകർ റാലിയിൽ അണിനിരന്നു. ഉദ്ഘാടനത്തിനൊരുങ്ങി കേരള കർഷക സംഘം ജില്ലാ കമ്മിറ്റി ഓഫീസ്. മറ്റന്നാൾ EP ജയരാജൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമെന്ന് M പ്രകാശൻ മാസ്റ്റർ. വാർത്തകൾ വിശദമായി. കണ്ണൂരിൽ ക്ഷീരകർഷകൻ ആത്മഹത്യ ചെയ്തു. കൊളക്കാട് രാജമുടി സ്വദേശി MR ആൽബർട്ട് മുണ്ടക്കലിനെയാണ് വീടിനുള്ളിൽ ഇന്ന് രാവിലെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേരള ബാങ്കിന്റെ ജപ്തി നടപടിയിൽ മനം നൊന്താണ് ആത്മഹത്യയെന്ന് കരുതുന്നു. കേരള ബാങ്കിന്റെ പേരാവൂർ ശാഖയിൽ നിന്നും 2 ലക്ഷത്തിലധികം രൂപയുടെ വായ്പ ആൽബർട്ട് എടുത്തിരുന്നു. തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസ് ലഭിച്ചത്. കടബാധ്യതയാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 25 വർഷം കൊളക്കാട് ക്ഷീര സഹകരണ സംഘം പ്രസിഡന്റുമായിരുന്നു. ഭാര്യ വത്സല പള്ളിയിൽ പോയ സമയത്തായിരുന്നു സംഭവം. മരിച്ച ആൽബർട്ടിന് 3 പെൺകുട്ടികളാണ്. കൊളക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നൊക്കെ കാർഷിക ലോണിലെടുത്ത് ചെറുകിട നാമമാത്ര കർഷകനായ ശ്രീ MR ആൽബർട്ട് കൃഷിയും ചെറിയ അനുബന്ധ കൃഷികളും മൃഗസംരക്ഷണമൊക്കെ അവിടെ കഴിഞ്ഞുകൂടിയ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് തിരിച്ചടവ് പല കാരണങ്ങളെ കൊണ്ടും കോവിഡ് കാലത്തുണ്ടായ മാന്ദ്യങ്ങളും അതുപോലെ പല കാരണങ്ങൾ കൊണ്ടും തിരിച്ചടവ് മുടങ്ങിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിരന്തരമായി ബാങ്കിൻ്റെ അധികൃതരും അതുപോലെ റവന്യൂ റിക്കവറി നടത്തുന്നതിൻ്റെ പേരിൽ വില്ലേജ് ഓഫീസിൽ നിന്നൊക്കെ ആൾക്കാർ വിളിച്ച് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി അങ്ങനെയുണ്ടായ സാഹചര്യത്തിൽ ഉണ്ടായ മനോവിഷമത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ബാങ്കുകളും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കർഷകരുടെ വിഷമം മനസ്സിലാക്കി ഇതുപോലുള്ള ആത്മഹത്യയിലേക്ക് കർഷകരെ തള്ളിവിടാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുമാത്രമല്ല, ഇനിയും ഇത്തരം പ്രശ്നങ്ങൾ തുടർന്നാൽ ഇതിനൊരു ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകും. കേരള കർഷക സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവീകരിച്ച ജില്ലാ കമ്മിറ്റി ഓഫീസും കോടിയേരി ബാലകൃഷ്ണൻ ഹാളും നവംബർ 29 ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. AIKS വൈസ് പ്രസിഡന്റ് EP ജയരാജൻ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ ഭൂബന്ധങ്ങളിൽ വന്നിട്ടുള്ള ഈ മാറ്റമാണ്. അവിടെയാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഭൂമിയുടെ ഉടമസ്ഥാവകാശികളാവുകയും അതുവഴി ജീവിതത്തിന്റെ മറ്റ് മേഖലകളിലേക്ക് കടന്നു ചെല്ലുന്നതിന് മലയാളിക്ക് സാധ്യമാവുകയും ചെയ്തു. ഈ പോരാട്ടങ്ങളെല്ലാം ഏറ്റവും ഫലവത്തായ നേതൃത്വം വഹിച്ചിട്ടുള്ളത് കേരളത്തിലെ കർഷക പ്രസ്ഥാനമാണ്. ദേശീയ രംഗത്തും കേരളത്തിലും ഈ ഉജ്ജ്വലമായ പങ്ക് വഹിച്ചിട്ടുള്ള കർഷക പ്രസ്ഥാനം ഇന്ന് വഹിച്ചുകൊണ്ടിരിക്കുന്ന പങ്ക് നിങ്ങളെല്ലാം കൃത്യമായി നിനക്ക് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രക്ഷോഭങ്ങളോട് ഒരു സന്ദർഭത്തിലും ഏതെങ്കിലും നിലക്ക് അനുഭാവം കാണിക്കുന്ന ഒരു ഗവൺമെന്റ് അല്ല. ആ ഗവൺമെന്റിനെ കൊണ്ട് ഒരു വർഷത്തിലേറെ നീണ്ടുനിന്ന സമരത്തിലൂടെ 715ഓളം ആളുകൾ സമരകേന്ദ്രത്തിൽ കൊല്ലപ്പെട്ടുകൊണ്ട് മരിച്ചത്. AIKS ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണൻ കോടിയേരി ബാലകൃഷ്ണൻ ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. M പ്രകാശൻ അധ്യക്ഷനാവും. വത്സൻ പനോളി കോടിയേരി ബാലകൃഷ്ണന്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്യും. M വിജയകുമാർ ആദ്യകാല നേതാക്കളുടെ ഫോട്ടോ അനാച്ഛാദന കർമ്മവും നിർവഹിക്കും. MV ജയരാജൻ മുൻകാല നേതാക്കളെ ആദരിക്കുമെന്നും ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. C ഭരതൻ ആൻഡ് കമ്പനിയുടെ പ്ലൈവുഡ് ആൻഡ് ഹാർഡ്വെയറിന്റെ പുതിയ ഡിസ്പ്ലേ ഷോറൂം വിജയ ഹോംസ് എന്ന പേരിൽ താഴെച്ചൊവ്വയിൽ പ്രവർത്തനം ആരംഭിച്ചു. രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ടിംബർ രംഗത്ത് 45 വർഷത്തെ സേവന പാരമ്പര്യമുള്ളതാണ് C ഭരതൻ ആൻഡ് കമ്പനി. C ഭരതനും വിജയനും ചേർന്നാണ് ചക്കരക്കല്ലിൽ ആദ്യമായി ഒരു ഷോറൂം ആരംഭിച്ചത്. അതിനുശേഷമാണ് പ്ലൈവുഡ്, മൾട്ടിവുഡ്, MTF ബോർഡ് തുടങ്ങി നൂതന ആശയങ്ങളുമായി കമ്പനി വിപുലപ്പെടുത്തിയത്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ പ്രമുഖ ഡിസ്ട്രിബ്യൂട്ടേഴ്സും കൂടിയാണ് C ഭരതൻ ആൻഡ് കമ്പനി. ഭരതേട്ടനെ കുറിച്ച് നമുക്കെല്ലാം അറിയും. ഭരതേട്ടൻ ഒരു കൃത്യനിർവഹണത്തിന് ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായി നടത്തുന്ന ഒരു നാടിന്റെ പ്രിയപ്പെട്ട ഒരു താരമാണ്. ആ നാമധേയത്തിലാണ് പ്ലൈവുഡ് രംഗത്ത് പുതിയ പുതിയ പരീക്ഷണങ്ങൾ, ആകർഷകമായ പരീക്ഷണങ്ങൾ, വർത്തമാനകാലത്ത് ആധുനിക ജീവിതകാലത്ത് ആവശ്യമായി വരുന്ന നിരവധി ഉൽപ്പന്നങ്ങൾ പ്ലൈവുഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉൽപ്പാദിപ്പിക്കാനും വിതരണം ചെയ്യാൻ കഴിയുന്ന
അതിൻ്റെ സംഘാടനം, അതിന് സാങ്കേതിക ഭൗതിക സൗകര്യങ്ങളെല്ലാം തന്നെ ഈ സംവിധാനത്തിലുണ്ട്, ഭരതൻ കമ്പനിക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. താഴെച്ചുവയിൽ പ്രവർത്തനം ആരംഭിച്ച വിജയ ഹോംസിൽ കിച്ചൺ ആക്സസറീസ്, ലാമിനേറ്റഡ് ഷീറ്റ്സിന്റെ ഡിസ്പ്ലേ ഷോറൂമും ഹാർഡ്വെയറിന്റെ വിപുലമായ ഷോറൂമുമാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഹാർഡ്വെയർ സെക്ഷന്റെ ഉദ്ഘാടനം DCC ജനറൽ സെക്രട്ടറി VV പുരുഷോത്തമൻ നിർവഹിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തത പുലർത്തി വിശ്വാസ്യതയും ക്വാളിറ്റിയും നിലനിർത്തുമെന്നും സാധാരണക്കാരന് പറ്റിയ നിലയിൽ ഇവിടെ നിന്നും സാധനങ്ങൾ വാങ്ങാനാവുമെന്നും VV പുരുഷോത്തമൻ പറഞ്ഞു. ഒരു കാലത്ത് ഒരു മര വ്യവസായമായി ആരംഭിച്ച് കണ്ണൂരിലെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യവസായിയായി മാറാൻ ഭരതനാട്ടിനും അവരുടെ കുടുംബത്തിനും സാധിച്ചത് ആത്മാർത്ഥമായ പ്രവർത്തനവും ആ സ്ഥാപനത്തോടുള്ള വിശ്വാസം നിങ്ങൾക്ക് കാണിച്ചു. അതിലുപരി വ്യത്യസ്തമായി കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി മറ്റൊരു സംരംഭത്തിലേക്ക് ഇന്ന് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. സ്വാഭാവികമായി ഇന്നിവിടെ ആരംഭിച്ച ഈ സ്ഥാപനം വലിപ്പത്തിലല്ല പ്രശ്നം, അതിൻ്റെ വിശ്വാസ്യതയും ക്വാളിറ്റിയുമാണ്. ആ വിശ്വാസവും ക്വാളിറ്റിയും അതുപോലെ ക്വാണ്ടിറ്റിയും നിലനിർത്താൻ ഭരതനാട്ടിനും അവരുടെ കുടുംബത്തിനും സാധിക്കുമെന്നൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ മഹത്തായ സ്ഥാപനം ഈ പ്രദേശത്തെ ജനങ്ങളുടെ കണ്ണിലുണ്ണിയായി പ്രവർത്തിക്കുവാനും എല്ലാവർക്കും സമീപിക്കാനും വിശ്വാസത്തോടെ കയറി ഇറങ്ങാനും അവർ വേണ്ടുന്ന സാധനങ്ങൾ വില വാങ്ങുവാനും സാധിക്കുന്ന നല്ലൊരു സംരംഭമായി ഇത് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 100-ലേറെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഈ സ്ഥാപനത്തിൽ നിന്നും സേവനം ലഭിക്കുന്നുണ്ടെന്ന് മാനേജ്മെന്റ് പറഞ്ഞു. പുതിയ വ്യാപാര മേഖലയായ പ്ലൈവുഡ്, മൾട്ടിവുഡ്, MDF, പാർട്ടിക്കൽ ബോർഡ് മുതലായ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈൻ ആവശ്യമായ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ സപ്ലൈ ചെയ്യാൻ നമ്മൾ ആരംഭിക്കുകയും കണ്ണൂരും കാസർഗോഡും ജില്ലകളിൽ ഇന്ത്യയിലെ പ്രഗത്ഭയും വിദേശമുള്ള പ്രഗത്ഭ വ്യാപാര കമ്പനികളുടെ ഡിസ്ട്രിബ്യൂട്ടായിട്ട് നമ്മൾ പ്രവർത്തിച്ചിരിക്കുകയാണ്. MDF, കുഷൻ ഡെക്കോറിന്റെ, സെഞ്ചുറി പ്ലൈവുഡ്, മിഡിൽ ഏജ് ജോയിനറി ഡിവിഷന്റെ കണ്ണൂർ കാസർഗോഡ് ഡിസ്ട്രിബ്യൂട്ടറാണ്. ഏകദേശം 100-ലേറെ ഡിസ്ട്രിബ്യൂട്ടറും 10,000-ലേറെ കസ്റ്റമറും സേവനം നൽകിക്കൊണ്ടാണ് നമ്മുടെ വ്യാപാര സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. C. ഭരതൻ, C. ലജിത്ത്, KV സനീഷ് എന്നിവരാണ് C. ഭരതൻ ആൻഡ് കമ്പനിയുടെ അമരത്തുള്ളത്. ചടങ്ങിൽ കൗൺസിലർമാരായ രജനി, പത്മജ തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഒരുക്കിയ കൂപ്പൺ നറുക്കെടുപ്പിൽ ആദ്യ സമ്മാനമായ റെഫ്രിജറേറ്ററും ചടങ്ങിൽ കൈമാറി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കുട്ടികളിൽ സാമൂഹിക അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി അൽനൂർ മോഡൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ CH സെന്റർ വാരം, മൗണ്ട് റിഹാബിലിറ്റേഷൻ സെന്റർ എളയാവൂർ എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ചു. കുട്ടികളിൽ മാനുഷിക മൂല്യം വളർത്തിയെടുക്കുന്നതിന് ഇത്തരം സന്ദർശനങ്ങൾ അനിവാര്യമാണെന്ന് പ്രിൻസിപ്പൽ അർച്ചന പറഞ്ഞു. അല്ലൂർ മോഡൽ സ്കൂളിലെ മക്കളും സ്റ്റാഫും ഞങ്ങളുടെ ചെയർമാൻ നമ്മുടെ CH സെൻ്ററിലേക്ക് വന്നു. അവിടെ ഞങ്ങളെ എല്ലാവരെയും സന്തോഷിച്ചു. ഇനിയും ഞങ്ങൾ ഇതുപോലെ വരികയും സഹകരിക്കുകയും ചെയ്യും. പരിപാടിക്ക് സ്കൂൾ മാനേജർ DV മുഹമ്മദ് കുട്ടി, മാനേജർ മുഹമ്മദ് ആഷിഖ് DV, പ്രിൻസിപ്പൽ അർച്ചന MA, PTA പ്രസിഡന്റ് അബ്ദുൾ ഹസീബ്, മദർ PTA സമയ TK, അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂരിൽ വീണ്ടും കർഷക ആത്മഹത്യ. ജീവനൊടുക്കിയത് രാജമുടി സ്വദേശി ആൽബർട്ട് മുണ്ടക്കൽ. മരണം കേരള ബാങ്കിന്റെ ജപ്തി നടപടിയിൽ മനം നൊന്ത്. INTUC ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് മഹാറാലി സംഘടിപ്പിച്ച നേതൃത്വം. വിവിധ യൂണിയനുകളിലെ പ്രവർത്തകർ റാലിയിൽ അണിനിരന്നു. ഉദ്ഘാടനത്തിനൊരുങ്ങി കേരള കർഷക സംഘം ജില്ലാ കമ്മിറ്റി ഓഫീസ്. മറ്റന്നാൾ EP ജയരാജൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമെന്ന് M പ്രകാശൻ മാസ്റ്റർ. അറിഞ്ഞോ 15% മുതൽ 50% വരെ ഡിസ്കൗണ്ട് കിട്ടും. ലുലു സാരീസ് അവതരിപ്പിക്കുന്നു സൂപ്പർ സെയിൽ സൂപ്പർ ഡിസ്കൗണ്ട്. എല്ലാ സെക്ഷനുകളിലെയും ഏറ്റവും പുതിയ ട്രെൻഡി കളക്ഷനുകൾ 15 മുതൽ 50% വരെ ഡിസ്കൗണ്ടിൽ. ഈ ഓഫർ നവംബർ 5 മുതൽ ഡിസംബർ 5 വരെ ലുലു സാരീസ് കണ്ണൂർ, തലശ്ശേരി ബ്രാഞ്ചുകളിൽ മാത്രം.
മധുര പാരമ്പര്യത്തിന് കയ്യൊപ്പ് ചാർത്തി കണ്ണൂരിന്റെ സ്വന്തം കൂൾലാൻഡ്. ഐസ്ക്രീമുകളും ഫാലൂദയും ഫ്രഷ് ജ്യൂസുകളും ആസ്വദിച്ച് കഴിക്കാൻ ഒരിടം. കൂൾലാൻഡ്, സ്റ്റേഡിയം ബിൽഡിംഗ്, കണ്ണൂർ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ്, കണ്ണൂർ. AVK നായർ റോഡ്, തലശ്ശേരി. MO റോഡ്, തൃശൂർ. MMR കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ്, കണ്ണൂർ. വിശേഷാവസരങ്ങൾക്ക് സ്വാദിഷ്ട നാടൻ സദ്യയും വെജ്, നോൺ വെജ് വിഭവങ്ങളും. ഓർഡർ അനുസരിച്ച് ഡോർ ഡെലിവറി. MMR കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ്, കണ്ണൂർ. ഗവൺമെന്റ് അംഗീകാരത്തോടെ കൃത്രിമ രുചി കൂട്ടിച്ചേരാത്ത ഭക്ഷ്യവിഭവങ്ങൾ, ഹൃദ്യമായ സർവീസ്, 50 വർഷത്തെ അനുഭവ പരിചയമുള്ള പാചക വിദഗ്ധരുടെ കൈപുണ്യം. തലശ്ശേരി, കൂത്തുപറമ്പ്, തളിപ്പറമ്പ്, കണ്ണൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഞങ്ങളുടെ സേവനം ലഭ്യമാണ്. MMR കാറ്ററിംഗ്, KSCBക്ക് സമീപം, താഴെ ചൊവ്വ, കണ്ണൂർ. കോൺടാക്ട് നമ്പർ 9744323436. വാർത്തയിലേക്ക്. INTUC കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കണ്ണൂർ നഗരത്തിൽ റാലി സംഘടിപ്പിച്ചു. വിവിധ യൂണിയനുകളിലെ പ്രവർത്തകർ റാലിയിൽ അണിനിരന്നു. SMA രോഗം ബാധിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞ കാഞ്ഞിരോട് അൽഹുദ ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് ദാനിഷ് രചിച്ച പറവകൾ എന്ന നോവലിന്റെ പ്രകാശന കർമ്മം കാഞ്ഞിരോട് അൽഹുദ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്നു. പ്രമുഖ മജീഷ്യനും മോട്ടിവേഷൻ സ്പീക്കറുമായ പ്രൊഫസർ ഗോപിനാഥ് മുതുകാട് ഉജ്ജ്വല ബാല്യം പുരസ്കാരം ജേതാവ് ആസിം വെളിമണ്ണയ്ക്ക് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. അതിനകത്ത് എന്തെങ്കിലും നിരാശയോ കുറ്റബോധമോ ഒന്നുമല്ല ദാനിഷ് എഴുതി വെച്ചിരിക്കുന്നത്. ദാനിഷിന്റെ സ്വപ്നങ്ങളാണ്. ഇവിടെ ഈ പുസ്തകം പൂർത്തിയാക്കിയ നജീബ് കാഞ്ഞിരോട് പറഞ്ഞതുപോലെ ദാനിഷ് മക്കളോട്, കുഞ്ഞുമക്കളോട് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്
നിങ്ങൾ ധാരാളം വായിക്കണം. എൻ്റെ മൊബൈൽ അഡിക്ഷനിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി ഞാൻ കണ്ടുപിടിച്ച വഴി എന്ന് പറയുന്നത് പുസ്തകശാലകളിൽ നിന്ന് പുസ്തകമെടുത്ത് വായിച്ച് ആ വായനയിലൂടെയാണ് എൻ്റെ ചിന്തകളിൽ ഇത്തരം സ്വപ്നങ്ങൾ ഉണ്ടായത് എന്ന് ഡാനിഷ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാഞ്ഞിരോട് ഇസ്ലാമിയ ട്രസ്റ്റ് ചെയർമാൻ അഹമ്മദ് പാറക്കൽ അധ്യക്ഷത വഹിച്ചു. അൽഹുദ ഇംഗ്ലീഷ് സ്കൂൾസ് പ്രിൻസിപ്പൽ കെ ഇസ്മായിൽ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ ഡാനിഷ് ഒരു ഓർമ്മ പുസ്തകം പ്രതിഭയുടെ ജീവിതത്തിലൂടെ വീഡിയോ റിലീസിംഗ് നടന്നു. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ സ്വിച്ച് കർമ്മം നിർവഹിച്ചു. നജീബ് കാഞ്ഞിരോട് വീഡിയോ സമർപ്പണം നടത്തി. അൽഹുദ സ്കൂൾ കലോത്സവ വിജയികൾക്കുള്ള പുരസ്കാര വിതരണവും ചടങ്ങിൽ നടന്നു. ഒരുപാട് ആളുകൾ വന്നിട്ടുള്ളത് രാജ്ഭവന്റെ മറവുകൾ എന്ന് പറയുന്ന ഒരു പുസ്തകം പ്രകാശനത്തിന്റെ ദിവസമാണ്. അതോടുകൂടി രാജ്ഭവനെ എല്ലാവരും ഓർക്കുന്ന വലിയൊരു ദിവസം. എല്ലാവരും രാജ്ഭവനെ ഓർക്കുന്നുണ്ട്. വി വി അബ്ദുൽ ഖാദർ എഞ്ചിനീയർ, മുഷ്താഖ് മുഹമ്മദ്, മുത്തലീബ്, മീത്തൽ, അബ്ദുറഹ്മാൻ, മുൻഷി, ടി അഹമ്മദ് മാസ്റ്റർ, കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കൃഷ്ണൻ കുറിയ, സാജിദ് നദ്വി, എഇഒ പ്രസന്നകുമാരി, കെ നസീർ ഹാജി, പി സി കുഞ്ഞി മുഹമ്മദ്, വാർഡ് മെമ്പർമാരായ പി അഷറഫ്, ഇ കെ ചാന്ദിനി, സി എച്ച് നസീർ, ഡാനിഷിന്റെ മാതാപിതാക്കളായ മുത്തലിബ്, നിഷാന തുടങ്ങിയവർ സംസാരിച്ചു. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. അയൺ ഡെഫിഷ്യൻസി ഡേ ആയ നവംബർ 26-ന് പിങ്ക് റൈഡേഴ്സ് സൈക്ലിംഗ് ക്ലബ്ബ് കാനനൂർ വിയ ചോക്സിന്റെ സഹകരണത്തോടെ അയൺ ഡെഫിഷ്യൻസി അവയർനെസ് സൈക്കിൾ റൈഡ് നടത്തി. കടന്നപ്പള്ളി രാമചന്ദ്രൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്ത് റൈഡ് ഉദ്ഘാടനം ചെയ്തു. പറഞ്ഞതുപോലെ തന്നെ അയൺ ഡെഫിഷ്യൻസിയുടെ ഭാഗമായി ഇത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണം നടത്തുന്നതിന് വളരെയേറെ സന്തോഷമുണ്ട്. എന്നിരുന്നാലും പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളമാണ് ഇത്തരത്തിലുള്ള ഡെഫിഷ്യൻസി കുറവുകളൊക്കെ തന്നെ കാണുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ഇത്തരം ഒരു സാമൂഹിക പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് കൊണ്ടുവന്നതിന് വളരെ അഭിമാനമുണ്ട്. എന്നാലും ആ ഒരു കാര്യത്തിന് വേണ്ടി എല്ലാവിധ ആശംസകളും നേരുന്നു. ഡെപ്യൂട്ടി മേയർ ഷബീന ടീച്ചർ മുഖ്യ അതിഥിയായിരുന്നു. കാനന്നൂർ സൈക്ലിംഗ് ക്ലബ്ബ് പ്രസിഡന്റ് ഷാഹിൻ പള്ളിക്കണ്ടി സ്വാഗതം പറഞ്ഞു. പിങ്ക് റൈഡർ കൺവീനർ ഷമീറ മഷൂദ്, CCC ജോയിന്റ് സെക്രട്ടറി രാജേഷ് കുമാർ എന്നിവർ ആശംസകൾ നേർന്നു. സുർമി ഷിറാസ് നന്ദി അറിയിച്ചു. പിങ്ക് റൈഡർ ഭാരവാഹികളായ സ്വപ്ന ഇ കെ, പ്രിയങ്ക, നവ്യ, ശിഖ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിയ ചോക്സിന്റെ ഫൗണ്ടറായ അബ്ദുൾ ജലീൽ അയൺ ഡെഫിഷ്യൻസിയെപ്പറ്റി ക്ലാസ് എടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. പഞ്ചായത്ത് കോമ്പൗണ്ടിൽ മാലിന്യ കൂമ്പാരം, പിഴ ചുമത്തി എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്തെ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡാണ് പഞ്ചായത്ത് ഉൾപ്പെടെ 3 സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ ഉത്തരവിട്ടത്. ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കാതെ കൂട്ടിയിട്ടതിനാണ് നടപടി. ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്തെ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡാണ് പട്ടുവം ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ പരിശോധനയിൽ ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ പിറകുവശത്ത് പ്രത്യേകം തയ്യാറാക്കിയ കുഴിയിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കാതെ കൂട്ടിയിട്ടതായി കണ്ടെത്തിയത്. പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ സ്ക്വാഡ് പഞ്ചായത്തിന് നിർദ്ദേശം നൽകി. പട്ടുവത്തെ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് കോളേജിന്റെ പിറകുവശത്ത് മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതായും സ്ക്വാഡ് കണ്ടെത്തി. പട്ടുവത്തെ സ്നേഹനികേതൻ ദീനസേവന സഭ, ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് അശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നതായും എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ടെത്തിയിട്ടുണ്ട്. പട്ടുവം പഞ്ചായത്ത് ഉൾപ്പെടെ 4 സ്ഥാപനങ്ങൾക്കും 5000 രൂപ വീതം പിഴ ചുമത്തുന്നതിന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ടീം ലീഡർ MV സുമേഷ്, അംഗങ്ങളായ സിറാജുദ്ദീൻ കെ, നിതിൻ വത്സലൻ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ജസ്ന AK തുടങ്ങിയവരും നേതൃത്വം നൽകി. കണ്ണൂരിലെ കലാ സാംസ്കാരിക സംഘടനയായ കണ്ണൂർ വേവ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 7ാമത് ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക പുരസ്കാരം പ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന് സമർപ്പിച്ചു. സാധു കല്യാണ മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ സാഹിത്യകാരൻ M മുകുന്ദൻ പുരസ്കാര വിതരണം നടത്തി. മാജിക്കിന്റെ ലോകത്തു നിന്നും വിസ്മയം തീർത്ത് ഇപ്പോൾ അതിൽ നിന്നും പൂർണ്ണമായി വിടവാങ്ങി ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി ഇനിയുള്ള ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച് അവരുടെ ശാക്തീകരണത്തിലൂടെ ജീവിതമാർഗം ഒരുക്കാൻ യൂണിവേഴ്സൽ എംപവർമെന്റ് സെന്റർ എന്ന മഹാസംരംഭം ഒരുക്കി ജീവിതത്തിലും മാജിക്കുകൾ കാണിച്ച് അത്ഭുതപ്പെടുത്തിയ മനുഷ്യനാണ് ഗോപിനാഥ് മുതുകാട്. നല്ല വില കൂടിയ തലപ്പാവായിരുന്നു. ആ തലപ്പാവ് ഇന്ന് ഒരു ടാർപോളിൻ്റെ അടിയിൽ അങ്ങനെ പൊട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. ഞാൻ തിരിഞ്ഞു നോക്കാറില്ല, ആ പട്ടുകുപ്പായം ഇടാറില്ല. പക്ഷേ ചിലപ്പോൾ അതിൻ്റെ അരികിലൂടെ പോകുമ്പോൾ മനസ്സ് വല്ലാതെ ഒന്ന് വിങ്ങും.
കാരണം 7ാമത്തെ വയസ്സിൽ ഞാൻ മാജിക് പഠിക്കാൻ തുടങ്ങിയതാണ്. 10ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യം പെർഫോം ചെയ്യുന്നത്. പിന്നെ ഒരു 45 വർഷം മാജിക് അല്ലാതെ മറ്റൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല. കാണുന്ന കാഴ്ചകളിൽ മുഴുവൻ മാജിക്. എവിടെ പോയി കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള തലപ്പാവും എനിക്ക് പറ്റുന്ന വേഷവും വേഷവിധാനങ്ങളും ഒക്കെ അന്വേഷിച്ചുള്ള യാത്രയായിരുന്നു. ഇപ്പോൾ അതൊന്നും കാണാറില്ല, നോക്കാറില്ല, കണ്ണിൽ വരാറുമില്ല. പക്ഷെ ഇന്ന് ഞാൻ ഈ സാധു കല്യാണ മണ്ഡപത്തിലേക്ക് ഒന്ന് കയറി വന്നപ്പോൾ ഞാൻ ഓർത്തു, ഈ ഓഡിറ്റോറിയത്തിൽ ഈ സ്റ്റേജിൽ വർഷങ്ങൾക്ക് മുമ്പ് ജാലവിദ്യാ പരിപാടി നടത്തിയിരുന്ന ആ ദിവസങ്ങളെക്കുറിച്ച്. അന്ന് മാജിക് പ്രോഗ്രാമിൻ്റെ ഏറ്റവും അവസാനത്തെ ജാലവിദ്യ ഹൗഡിനിയുടെ എസ്കേപ്പായിരുന്നു. പെട്ടിക്കകത്ത് പൂട്ടി സ്റ്റേജിൽ ചെറിയ രീതിയിലൊരു തീയൊക്കെ ഇട്ട് ചങ്ങല കൊണ്ടും ലോക്കുകൾ കൊണ്ടും മാന്ത്രികനെ ബന്ധിച്ച് കാണികൾക്കിടയിൽ നിന്ന് പിന്നിൽ നിന്ന് നടന്നു വരുന്ന ഒരു നിമിഷം ഉണ്ടാവും. ആ നിമിഷത്തിൽ ഓഡിയൻസ് മുഴുവൻ എണീറ്റ് നിന്ന് ഇങ്ങനെ ആരവം മുഴക്കുമ്പോൾ അതാണ് അന്നത്തെ സംതൃപ്തി എന്ന് പറയുന്നത്. മാജിക്കിനെ ആധുനികവൽക്കരിച്ചതും ഈ രംഗത്ത് ഒട്ടേറെ പുതുമകൾ സൃഷ്ടിച്ചതും ലോക മാന്ത്രിക സംഘടനയായ ഇന്റർനാഷണൽ ബ്രദർഹുഡ് ഓഫ് മജീഷ്യൻസിന്റെ വിശിഷ്ട അംഗീകാരവും മാജിക്കിനെ ജനകീയ കലയാക്കി വളർത്തിയതിനും മാന്ത്രിക കലാരംഗത്തുള്ള പ്രവർത്തനങ്ങളുടെ സമഗ്ര സംഭാവനയ്ക്കും മാജിക്കിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ഇന്റർനാഷണൽ മെർലിൻ അവാർഡ് തുടങ്ങി നിരവധി അന്താരാഷ്ട്ര അവാർഡുകളും കേരള നാടക അക്കാദമി പുരസ്കാരം, ഫെലോഷിപ്പ്, പ്രതിഭാ പ്രമാണം തുടങ്ങി കേരള സർക്കാർ പുരസ്കാരങ്ങളടക്കം നിരവധി പുരസ്കാരങ്ങൾ ഗോപിനാഥ് മുതുകാടിനെ തേടിയെത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട് പുരസ്കാരവും ഗോപിനാഥ് മുതുകാടിനെ ലഭിച്ചിട്ടുള്ളത്. മുൻവർഷങ്ങളിൽ കെ ജയകുമാർ IAS, എം മുകുന്ദൻ, ശ്രീകുമാരൻ തമ്പി, മധു, പ്രശസ്ത ചലച്ചിത്രതാരം മധു, ടി പത്മനാഭൻ, സി രാധാകൃഷ്ണൻ എന്നീ പ്രമുഖ വ്യക്തിത്വങ്ങൾക്കാണ് യഥാക്രമം സുകുമാർ അഴീക്കോട് പുരസ്കാരം ലഭിച്ചത്. ചടങ്ങിൽ കണ്ണൂർ വേവ്സ് പ്രസിഡന്റ് KP ശ്രീശൻ അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകനും ചലച്ചിത്ര സംവിധായകനുമായ EM അഷറഫ് സുകുമാർ അഴീക്കോട് അനുസ്മരണം നടത്തി. കണ്ണൂർ മേയർ TO മോഹനൻ കണ്ണൂർ പൗരാവലിയുടെ സ്നേഹോപഹാരം സമർപ്പണം നടത്തി. മുഖ്യാതിഥികളായി കണ്ണൂർ MLA രാമചന്ദ്രൻ കടന്നപ്പള്ളി, KV സുമേഷ്, K ഷബീന ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ വേവ്സ് സെക്രട്ടറി ON രമേശൻ, കണ്ണൂർ സംഗീത സഭാ പ്രസിഡന്റ് K പ്രമോദ്, BJP സംസ്ഥാന സെക്രട്ടറി രഞ്ജിത്ത്, കണ്ണൂർ വേവ്സ് എക്സിക്യൂട്ടീവ് മെമ്പർ PMR അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു. കിഴുത്തള്ളി അയ്യപ്പ ഭജന സമിതിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും തുടർച്ചയായി നടത്തിവരുന്ന ഭജന ഈ വർഷവും മംഗളകരമായി പൂർത്തിയാക്കി. ഇതോടെ 20 വർഷം തുടർച്ചയായാണ് ഭജന സമിതി അയ്യപ്പന്മാരെ ചേർത്ത് ഭജന നടത്തുന്നത്. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 5735 രൂപ, പവന് 47,880 രൂപ, വെള്ളി 81 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂരിൽ വീണ്ടും കർഷക ആത്മഹത്യ, ജീവനൊടുക്കിയത് രാജമുടി സ്വദേശി ആൽബർട്ട് മുണ്ടക്കൽ. മരണം കേരള ബാങ്കിന്റെ ജപ്തി നടപടിയിൽ മനം നൊന്ത്. INTUC ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് മഹാറാലി സംഘടിപ്പിച്ച നേതൃത്വം. വിവിധ യൂണിയനുകളിലെ പ്രവർത്തകർ റാലിയിൽ അണിനിരന്നു. ഉദ്ഘാടനത്തിനൊരുങ്ങി കേരള കർഷക സംഘം ജില്ലാ കമ്മിറ്റി ഓഫീസ്. മറ്റന്നാൾ EP ജയരാജൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമെന്ന് M പ്രകാശൻ മാസ്റ്റർ.
ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.